എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീറാണ്, നമ്മുടെ തവക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ചാനലിൽ നിന്ന്. അപ്പോൾ ഇന്നൊരു പുതിയ വീടുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ വടക്കഞ്ചേരി ടൗണിൻ്റെ മെയിൻ സെൻട്രലിൽ നിന്നും ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട്, ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് 7.25 സെൻറ്റ് സ്ഥലവും, ഇതൊക്കെ സോളാർ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. രാത്രി സമയങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതൊരു 7.25 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4 ബെഡ്റൂം, അതിൽ 2 അറ്റാച്ച്ഡ് സൗകര്യം, പിന്നെ നമുക്ക് കോമൺ ബാത്റൂം സൗകര്യമാണ് വരുന്നത്. അപ്പോൾ മുറ്റത്തൊക്കെ നമുക്കൊരു 2-3 വണ്ടികളും വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യം, അതുപോലെ പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ നമുക്ക് ഈ സ്വിച്ചുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ GMൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 2-3 വണ്ടികളൊക്കെ വന്നാലും മുറ്റത്ത് നിർത്താനുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു പുതിയ വീട്. ഇതൊരു സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ഒരു വലിയൊരു ഹാള്, ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ടുള്ള ഒരു എൽ ഷേപ്പിലുള്ള നല്ലൊരു ഹാള് കേട്ടോ. നല്ല സൗകര്യമുള്ളൊരു ടൗണാണ് വടക്കഞ്ചേരി ടൗൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളായിക്കോട്ടെ, എന്നുകൊണ്ട് ഒരു ടൗണിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക്, ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ടൗണിൽ ഉള്ളതാണ്. അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത്, ഈ 1800 സ്ക്വയർ ഫീറ്റും 7.25 സെൻറ്റ് സ്ഥലത്തിനും വില പറഞ്ഞിരിക്കുന്നത് 70 ലക്ഷം രൂപയാണ് കേട്ടോ. സ്റ്റെയർ നമുക്ക് ഉള്ളിലൂടെ തന്നെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ഈ 70 ലക്ഷത്തിൽ നിന്ന് നെഗോഷ്യബിൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വില എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഏകദേശം ഈ ഒരു യുദ്ധം മുറുകിയ സമയത്തൊക്കെ ചരക്ക് ഗതാഗതങ്ങളൊക്കെ സ്തംഭിച്ചു. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നുകൊണ്ടിരിക്കുന്ന ടൈൽസുകളായിക്കോട്ടെ, സാനിറ്ററി വെയറുകളായിക്കോട്ടെ, ഫിറ്റിങ്സുകൾ, എല്ലാ ഐറ്റംസും 20% വില വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ കബോർഡിൻ്റെ വർക്കുകൾക്കാണെങ്കിൽ തന്നെ എല്ലാ ഐറ്റംസും വിലയായിട്ടുണ്ട്. ഇനിയും വില കൂടാനാണ് സാധ്യത. ഇപ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചണായിട്ടാണ് ഈ ഭാഗം. അടുത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ, ഒറ്റപ്പെട്ട ഭാഗമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വില ഒക്കെ, ഐറ്റംസുകളൊക്കെ വില കൂടിയത് കൊണ്ടാണ് 70 ലക്ഷം രൂപ വില പറഞ്ഞിട്ടുള്ളത്. അത് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയേഷൻ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ ഉള്ളിലൂടെ അവിടെ മുകളിലേക്ക് കയറിപ്പോയാലും അതുപോലെ 2 ബെഡ്റൂം, അതുകൂടാതെ ഒരു ഓപ്പൺ ടെറസായി കിടക്കുന്ന ഭാഗത്ത് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഡ്രസ് വർക്കൊക്കെ ചെയ്തതാണ്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട് വാങ്ങാനോ കാണാനോ താല്പര്യമുള്ളവർ ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. വടക്കഞ്ചേരി ടൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തൃശ്ശൂർ പാലക്കാട് രണ്ടിൻ്റെയും മിഡിലിൽ വരുന്ന, പാലക്കാട് ടൗണിൻ്റെയും തൃശ്ശൂർ ടൗണിൻ്റെയും മിഡിലായിട്ട് വരുന്ന, ഏകദേശം പാലക്കാട്ടേക്കൊക്കെ ഈ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 30-32 കിലോമീറ്ററാണ് ദൂരം. അതുപോലെ തൃശ്ശൂർക്കും അതുപോലെ 30-32 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ രണ്ടിൻ്റെ മിഡിലായി വരുന്ന വലിയൊരു ടൗണാണ് വടക്കഞ്ചേരി ടൗൺ. നമുക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നത് നമ്മുടെ അസീസിയം ഹോസ്പിറ്റലാണ്. അത് ഇരട്ടക്കുളം ഭാഗമാണ്. അവിടത്തേക്കാണെങ്കിൽ ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു 6-7 കിലോമീറ്ററാണ് ദൂരം വരിക. അത് കൂടാതെ തന്നെ നമുക്ക് ടൗണിൽ, വടക്കഞ്ചേരി ടൗണിൽ 3-4 ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡോറുകളായിക്കോട്ടെ, ജനലുകളായിക്കോട്ടെ ഒക്കെ തേക്കിൻ്റെ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിക്ക് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ താഴത്തെ അതേ സ്റ്റൈലിൽ തന്നെയാണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂം, അതിനൊന്നിന് അറ്റാച്ച്ഡ്. അത് കൂടാതെ ഒരു ചെറിയൊരു റീഡിംഗ് റൂമുണ്ട്. ഇപ്പോൾ ഇതാണ് ഈ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ബാൽക്കണി ഭാഗം. ഇവിടെ ഈ ഭാഗത്ത് പുതിയ ഓട് കൊണ്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇത് വെളിച്ചം കിട്ടാനായിട്ട് തൊട്ടപ്പുറത്തെ പോർഷനിൽ പോളികാർബൺ ഷീറ്റ് കൊണ്ട് വെളിച്ചമൊക്കെ വരാനായിട്ട് പോളികാർബണിൻ്റെ ഷീറ്റ് കൊണ്ട് ശക്തമായ വെയിൽ ഉള്ളിലേക്ക് അടിക്കാതെ തുണി ഉണങ്ങാനിടാനൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവൻ കാണുക. 1-2 വട്ടം കണ്ടോളൂ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശം വ്യക്തമായെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഉടമസ്ഥനായിട്ട് അപ്പോൾ നേരിട്ട് തന്നെ ഇരുന്ന് സംസാരിക്കാം. നിങ്ങൾ വന്ന് വീട് കാണുകയാണെങ്കിൽ ഉടമസ്ഥനെ വരാൻ പറഞ്ഞ് നേരിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും. നല്ല രീതിക്ക് കൺസ്ട്രക്ഷൻ ചെയ്ത വീടാണ് കേട്ടോ. അതുപോലെ വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് നമുക്ക് ഇതിനകത്ത് നിലവിൽ ബോർവെൽ കണക്ഷനാണ് വെള്ളം. അതുപോലെ ഒരു നല്ലതുപോലെ കായ്ക്കുന്ന ഒരു തെങ്ങുണ്ട്.
കേട്ടോ, കാർ പോർച്ച് നമുക്ക് വണ്ടി കയറ്റിയിടാനായിട്ട്, മഴ കൊള്ളാതെ ഉള്ളിലേക്ക് കയറ്റിയിടാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലായിട്ട് നിങ്ങളുടെ വീടോ സ്ഥലമോ പറമ്പോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ തോട്ടമോ എന്തായാലും വിൽക്കുവാൻ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളപ്പോൾ വന്ന് ഇതുപോലെ വീഡിയോ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും പെട്ടെന്ന് തന്നെ കച്ചവടമാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നതായിരിക്കും. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പുറകിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് ഈ ഭാഗം. കംപ്ലീറ്റ് മരങ്ങളൊക്കെ തേക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നതെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ വന്ന് കാണുമ്പോൾ ബോധ്യമാവും. നല്ലൊരു ഏരിയയിലാണ്, ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ മതക്കാരും, ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ മാതിരി എല്ലാ ആൾക്കാരും ഉള്ള ഒരു ഏരിയയും കൂടെയാണ്. പ്രകൃതി ദുരന്തങ്ങളൊന്നും ബാധിക്കാത്തൊരു ഭാഗമാണ്. അതുപോലെ വെള്ളം കയറാത്തൊരു ഭാഗമാണ്. വരൾച്ചാ ഭീഷണി ഇല്ലാത്തൊരു ഭാഗം കൂടെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.